ഇത് റോഡ് എന്ന് പറയുന്നത് പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെയും പുനലൂർ നിയോജക മണ്ഡലത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഉപ്പുകുഴി ചാലിയക്കര പ്രദേശമാണ്. ഈ പ്രദേശം ശരിക്കും പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്. ഇത് പത്തനാപുരം പള്ളിമുക്ക് മുതൽ മാമ്പഴത്തറയിലേക്ക് പോകുന്ന ശരിക്കും രാജപാത എന്നറിയപ്പെടുന്ന ഒരു പാതയാണ്. അതിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഉപ്പുകുഴി പ്രദേശത്തു നിന്നും മാമ്പഴത്തറയിലേക്ക് ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരമുള്ള ഫോറസ്റ്റിന്റെ അധീനതയിലും ഉള്ള റോഡാണ്. ഈ ചാലിയക്കര ഭാഗം വരെ ഏതാണ്ട് PWDയുടെ രാജപാത എന്നറിയപ്പെടുന്ന ഈ പാതയിൽ മാമ്പഴത്തറ ദേവീ ക്ഷേത്രത്തിലേക്കും തിരിച്ച് പത്തനാപുരത്തേക്കും ഒക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട റോഡാണ്. വളരെ മനോഹരവും ടൂറിസം സാധ്യതകൾക്ക് അസാധ്യമായ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മാമ്പഴത്തറ, കഴുതുരുട്ടി, കുറവൻതാവളം ഭാഗത്തേക്ക് ഉള്ള ഈ പാത. 100 കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശം, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളെ പോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന സാധാരണക്കാർ താമസിക്കുന്ന, തൊഴിലാളികൾ, കർഷകർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാത എന്ന നിലയിൽ യാത്രാ സൗകര്യത്തെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്ന് ചോദിച്ചാൽ ഈ പാതയിലൂടെ കടന്നു വന്നാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു പാതയാണ്. ഒന്ന് മാത്രവുമല്ല, കാനനപാത ആര്യങ്കാവിലേക്കുള്ള അല്ലെങ്കിൽ അന്തർ സംസ്ഥാന പാതയായ തമിഴ്നാട്ടിലേക്ക് പോകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഈ പാതയുടെ ഇരുവശങ്ങളിലും വനഭൂമിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. ഇവിടെ താമസിക്കുന്നവരുടെ കാർഷിക ഭൂമിയെ തരിശു ഭൂമിയാക്കി വന്യമൃഗങ്ങളുടെ ശല്യത്താൽ കൃഷി ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യം. മാത്രവുമല്ല, ഇവിടെ താമസിക്കുന്ന സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ പുറം ലോകത്തേക്ക് പോകുവാനുള്ള ഏകപാത മാമ്പഴത്തറയ്ക്കും കുറവൻതാവളത്തിലേക്കുമുള്ള ഗതാഗത KSRTC ബസ്സുള്ള ഒരു പാതയാണ്. ഗതാഗത സൗകര്യം മോശമാണ് എന്നതിലുപരി അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കർഷകന് ജീവിക്കാനാകാത്ത വന്യമൃഗ ശല്യവും, അതോടൊപ്പം ഒരു ആശുപത്രിയെ, ആതുരാലയങ്ങൾ തേടി പുനലൂരിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന, വളരെ രൂക്ഷമായ ഗതാഗത സ്തംഭനമുള്ള ഒരു പാതയാണിത്. ഇത് വർഷങ്ങളായി ഇങ്ങനെ തന്നെ തുടരുകയാണ്. അധികാരികൾ അടിയന്തരമായി കണ്ണു തുറന്ന് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് ശരിക്കും നിങ്ങൾ പറഞ്ഞതുപോലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കാട്ടിലെ തടി തേവരുടെ ആന എന്ന മട്ടൽ ഇവിടെ ഇതൊക്കെ മതി, ചെയ്യുന്ന പ്രവർത്തികൾ ഇങ്ങനെയൊക്കെ മതി എന്ന ഒരു ഭാവം, അതിനെ ഒരു അലംഭാവം എന്നൊക്കെ നമുക്ക് പറയാം, അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് 1 വർഷം പോലും തികയുന്നതിന് മുമ്പ് തകർന്നടിയുന്ന റോഡുകൾ, ഇവിടെ ഇത് മതി, ഇത് കാട്ടുവാസികൾ, ഇവർക്കിത് മതി എന്ന ഒരു ഭാവം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നടത്തപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ വേഗം തകർന്നടിയുകയും ജനങ്ങൾ ദുരിതത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഭരണാധികാരികളുടെ പിടിപ്പുകേടും ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യമില്ലായ്മയും ഉത്തരവാദിത്തക്കേടുമാണ് ഈ നടക്കുന്ന പ്രവർത്തികൾ തകർന്നടിയുന്നത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പ്രദേശത്തെ ഏറ്റവും വലിയ അനന്ത സാധ്യതകൾ ടൂറിസം മേഖലയ്ക്കുണ്ട് എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന മീഡിയ വഴി ഈ പ്രദേശത്തിൻ്റെ ഭംഗി, കാനന ഭംഗി, ഈ പാതയിലുടനീളം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന സുന്ദരമായ അരുവികൾ, കാനന പാതകൾ, അങ്ങനെ കുന്നുകൾ, മലകൾ, ഇതൊക്കെ കടന്നു പോകുന്ന വളരെ കണ്ണിനും കാതിനും കുളിർമയേകുന്ന ദൃശ്യ വിസ്മയമുള്ള ഈ പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഗതാഗത സ്തംഭനങ്ങൾ, ഇത്തരത്തിലുള്ള വന്യമൃഗശല്യങ്ങൾ രൂക്ഷമായി പ്രദേശത്തെ ഗതാഗത സൗകര്യം മോശമായ സ്ഥിതിക്ക് ടൂറിസത്തിന് വലിയ പിന്നാക്കം പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതിന് അധികാരികളുടെ ഒരു വലിയ ശ്രദ്ധ ഉണ്ടാകണം. ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്ത് പൂർത്തിയാക്കുന്നുവോ എന്ന് നോക്കാനുള്ള ഒരു സൂപ്പർവിഷൻ, അതിൻ്റെ പിന്നിൽ നിൽക്കാൻ ഒരു അധികാരികളും തയ്യാറാകും. ശരിക്കും ഈ റോഡൊക്കെ ഈ കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ കൃത്യമായ അളവിലും അവർ പറയുന്ന ക്വാണ്ടിറ്റിയിലും ചെയ്യാത്തതിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇത്തരത്തിലൊരു വീണ്ടും, അതായത് റോഡ് പണി കഴിഞ്ഞിട്ട് 1 വർഷം പോലും തികച്ചു നിൽക്കാത്ത രീതിയിൽ റോഡുകൾ തകർന്നടിഞ്ഞു പോകുന്നത്. അതിന് ശരിക്കും ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഈ റബ്ബറൈസ്ഡ് റോഡൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊരു റോഡ് വന്നാലല്ലേ ഇത് പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങൾ മാറി പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ. അതെ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും പുത്തൻ സാങ്കേതിക വൈഭവങ്ങളും കണ്ടെത്തിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇത് തകർന്നടിയാതിരിക്കാൻ
വലിയ 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 പിന്നെ പുതിയ മെത്തേഡുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപയോഗിച്ച് ഉപയോഗിക്കുന്നതിലും സാങ്കേതിക വിദ്യയുടെ പേരിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ മെത്തേഡും അല്ലെങ്കിൽ ആധുനിക മെത്തേഡും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് നടപ്പിലാക്കുന്ന രീതിയെ നോക്കിക്കാണുവാൻ, അത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ വലിയ ഒരു നോട്ടം ഉണ്ടാകണം. അത് പലപ്പോഴും ഉണ്ടാകാത്തത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അഴിമതി ആരോപിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ നടത്തി മോശമാക്കാനോ ഒന്നും ഞാൻ തയ്യാറാകുന്നില്ല. ഇത് നോക്കാൻ നമുക്ക് കഴിയാത്തത് ഭരണാധികാരികൾ എന്ന നിലയിൽ, ഇങ്ങേറ്റം പൊതുസമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളടക്കം അതിലൊക്കെ ഉത്തരവാദികളാണ് എന്നതാണ് എൻ്റെ ഒരു ബോധ്യം. സ്ഥിരമായിട്ട് ഇതേ വഴി വരുന്നതാണ്. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതില് പിന്നെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒട്ടും ഒക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട് ഇവിടുന്ന് വേണം കയറിപ്പോയി. എന്നാൽ തന്നെ നമ്മളൊരു ബാലൻസ് ഇല്ലാതിട്ടും നമ്മളൊരു പരുവത്തിൽ കൂടെയാണ് കയറി പോകുന്നത്. ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നിർത്തി സാവകാശം ഇച്ചിരി റെസ്റ്റ് എടുത്താണ് കയറി പോകുന്നത്. മാമ്പഴത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ. അവസ്ഥ കണ്ടപ്പോ ഇങ്ങനെ നിൽക്കുക. സ്ഥിരം വരുന്നതാ. എന്നാൽ എപ്പോഴും ഇവിടെ വന്ന് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വേറെ വണ്ടി വല്ലതും ഇറങ്ങി വരുന്നോ നോക്കി വേണം കയറിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ വഴി പോയി പെട്ടുപോകും. അതാ അല്ലെങ്കിൽ പാടാ. എതിരെ ഒരു വണ്ടി വല്ല ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കാല് കുത്താനോ ഒന്നും പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതേപോലെ വണ്ടി ചവിട്ടിയാൽ പോലും നിൽക്കത്തില്ല. ഇറങ്ങി താഴോട്ട് വരത്തേ ഉള്ളു. വല്ലാത്തൊരു അവസ്ഥയാണ്. പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടം വരെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തി ബാക്കിയും കൂടെ ചെയ്തതായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും.